എവിടെ നിന്നൊക്കെ കടം വാങ്ങാവോ, അത് എന്തൊക്കെ ഉടായ്പിൽ വാങ്ങാവോ, അങ്ങനെയൊക്കെ വാങ്ങി വെച്ചു എന്നുള്ളതാണ്. മൊത്തം 6 ലക്ഷം കോടി രൂപ. അപ്പൊ ഇതൊക്കെ ആരാണ് തിരിച്ചടക്കുന്നത്? നമുക്കറിയാവുന്നതുപോലെ തന്നെ ജനങ്ങൾ, നമ്മൾ തന്നെയാണ് ഇതൊക്കെ തിരിച്ചടക്കേണ്ടത്. ശരിയല്ല? ഇനി അങ്ങോട്ട് 10-15 വർഷം കൊണ്ട് ഈ കടം മുഴുവൻ വീട്ടിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്ന സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ചെയ്യും? ഈ 5000 കോടി ബാക്കിയുള്ളതിനെ പറ്റി മിണ്ടിയില്ലെന്നാ പറയുന്നത്. 6 ലക്ഷം കോടി രൂപയെ പറ്റി മിണ്ടട്ടെ സഖാവേ. അതെന്ന് തീർക്കുന്ന നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, ഇനി ഞങ്ങൾ വീട്ടിക്കോട്ടെ അല്ലെ? ഈ പറഞ്ഞ എല്ലാ സെസ്സും ജനങ്ങളുടെ 40 സീറ്റ് പോലും ലഭിക്കാതെ നിങ്ങൾ വീണു പോയത് എന്തുകൊണ്ടാണ്? ഇനിയെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നീക്കിയിരിപ്പിന്റെ കാര്യമൊന്നും വലുതായിട്ട് പറയണ്ട. നിങ്ങൾ നീക്കി വെച്ചിട്ട് പോയ കടത്തെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കണം. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും 1.5 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ട് ജനിക്കുന്ന രീതിയിൽ കേരളത്തിനാക്കിയ പ്രിയപ്പെട്ട പിണറായി വിജയൻ സഖാവേ, നിങ്ങൾക്ക് ഇനി മതിയായില്ലേ? കേരളത്തിന്റെ സാമ്പത്തിക നില എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം, പിണറായി വിജയൻ ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹം പെൻഷൻ ഒന്നും കൊടുത്തിരുന്നില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം മര്യാദ കൊടുത്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച അവിടെ മുതൽ PR-ന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുക എന്നുള്ളത് CPM-ന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മുടെ ഖജനാവിൽ കുറച്ച് നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് പുതിയ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് ഒരു വാർത്ത ഞാൻ കാണിക്കാം. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. നയപ്രഖ്യാപനത്തിൽ ആ കാര്യം മറച്ചുവെച്ചു. 5429 കോടി രൂപ ഇപ്പോഴും നമ്മുടെ ഖജനാവിൽ നീക്കിയിരിപ്പിലുണ്ട്. അതിനെപ്പറ്റി മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. സത്യമാണോ ഇദ്ദേഹം പറഞ്ഞ ഈ പ്രസ്താവന? സത്യമാണ്. RBI അംഗീകരിച്ചിട്ടുമുണ്ട് അങ്ങനെ നീക്കിയിരിപ്പിൽ ഇരിപ്പുണ്ടെന്നുള്ളത്. എന്നാൽ ഈ നീക്കിയിരിപ്പിരിക്കെ പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നില്ലേ? അതുകൂടാതെ 10 വർഷത്തെ ഇദ്ദേഹത്തിന്റെ ഭരണത്തിനിടയ്ക്ക് എവിടെ നിന്നൊക്കെ എത്ര കോടി രൂപയാണ് ഇദ്ദേഹം വായ്പയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്? നമുക്കറിയാം, 10 വർഷം കൊണ്ട് ഇദ്ദേഹം എടുത്ത വായ്പ മുഴുവൻ അടച്ചു തീർത്തിട്ടല്ല ഭരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. സോറി, ജനങ്ങൾ തോൽപ്പിച്ച് വിട്ടത്. എത്രയാണ് ഇദ്ദേഹം എടുത്തിട്ടുള്ള വായ്പ? നമുക്ക് അതേക്കുറിച്ച് ഒന്ന് വായിക്കാം. കഴിഞ്ഞ 10 വർഷത്തെ 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ കേരളത്തിന്റെ പൊതു കടബാധ്യതയിൽ ഏകദേശം 3.5 ലക്ഷം കോടി രൂപയോളം വർധനവ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ കടബാധ്യതയുടെ കൃത്യമായ കണക്കുകൾ താഴെ പറയുന്ന പ്രകാരമാണ്. 2016-ൽ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ആകെ കടം ഏകദേശം 1.57 ലക്ഷം കോടി രൂപയായിരുന്നു. 2026-ൽ 10 വർഷം പൂർത്തിയാകുമ്പോൾ ബജറ്റ് വിവരങ്ങളും CAG കണക്കുകളും പ്രകാരം ഇത് 5 ലക്ഷം കോടിയിലധികം ഉയരുകയും കിഫ്ബി, സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ കമ്പനി എന്നിവയുടെ ഓഫ് ബജറ്റ് വായ്പകൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ ബാധ്യത ഏകദേശം 5.5 ലക്ഷം കോടി മുതൽ 6 ലക്ഷം കോടി രൂപ വരെ ആയി മാറുകയും ചെയ്തു. എത്ര കോടി? 6 ലക്ഷം കോടി രൂപ വായ്പ മൊത്തമായി എടുത്തിരിക്കുന്നു എന്നതാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചത്. ഈ 10 വർഷം കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ഇതെടുത്തത്? വിപണി വായ്പകൾ. സംസ്ഥാന ബജറ്റിലെ ധനക്കമ്മി നികത്തുന്നതിനായി റിസർവ് ബാങ്ക് വഴിയും ബോണ്ടുകൾ വഴിയും ഓരോ വർഷവും ശരാശരി 25,000 കോടി മുതൽ 45,000 കോടി രൂപ വരെ സർക്കാർ വായ്പയെടുത്തു. കിഫ്ബി വായ്പകൾ. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും മസാല ബോണ്ടുകൾ വഴിയും ബാങ്കുകൾ വഴിയും കിഫ്ബി മാത്രം ഏകദേശം 20,000 കോടിയിലധികം രൂപ വായ്പയെടുത്തു. ക്ഷേമ പെൻഷൻ കമ്പനി വായ്പകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങാതെ വിതരണം ചെയ്യുന്നതിനായി രൂപീകരിച്ച പ്രത്യേക കമ്പനി വഴി 33,000 കോടിയോളം രൂപ ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പയായി സമാഹരിച്ചു. എന്താണ് കേൾക്കുന്നത്? എവിടെ നിന്നൊക്കെ കടം വാങ്ങാവോ, അത് എന്തൊക്കെ ഉടായ്പിൽ വാങ്ങാവോ, അങ്ങനെയൊക്കെ വാങ്ങി വെച്ചു എന്നുള്ളതാണ്. മൊത്തം 6 ലക്ഷം കോടി രൂപ. അപ്പൊ ഇതൊക്കെ ആരാണ് തിരിച്ചടക്കുന്നത്? നമുക്കറിയാവുന്നതുപോലെ തന്നെ ജനങ്ങൾ, നമ്മൾ തന്നെയാണ് ഇതൊക്കെ തിരിച്ചടക്കേണ്ടത്. ശരിയല്ലേ? ഇതൊന്നും കൂടാതെ പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് നമ്മളതിൽ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അധിക നികുതി ചുമത്തിയോ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. എന്തൊക്കെ നികുതികളാണ് ചുമത്തിയിരുന്നത്? അതേക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ധന സാമൂഹ്യ സുരക്ഷാ സെസ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം പ്രത്യേക സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തി. ഇത് കെട്ടിട നിർമ്മാണ സാമഗ്രികളിലെ വിലക്കയറ്റത്തിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും പരോക്ഷമായി കാരണമായി. പരോക്ഷമായാണോ അല്ലെങ്കിൽ കാര്യമായിട്ടാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ? ഇപ്പോഴും പെട്രോൾ ഡീസലിന്റെ വില കുറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നടു റോട്ടിൽ കിടന്ന് സമരം ചെയ്യുന്ന കമ്മികൾ. ഇന്നലെ ഞാൻ ഒരെണ്ണം കണ്ടു, ബൈക്ക് കത്തിക്കാണ്. മോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മോദി അവിടെ ഇരുന്ന് നോക്കുമല്ലേ ഇവിടെ ബൈക്ക് കത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരൊക്കെയും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. 2 രൂപ അധികം കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്രോളും ഡീസലും അടിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്ന പേരിൽ ഈ പൈസ പിരിച്ചിട്ട് എത്ര കൃത്യമായി എത്ര പേർക്ക് ഈ പെൻഷൻ കൊടുത്തിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത നികുതി നോക്കാം. മദ്യത്തിനുള്ള സെസ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ബോട്ടിലിന് 20 രൂപ മുതൽ 40 രൂപ വരെ സാമൂഹിക സുരക്ഷാ സെസ് വർദ്ധിപ്പിച്ചു. കണ്ടോ? സമൂഹം മദ്യം കുടിക്കരുത്, വില കൂട്ടിയാ കുടിക്കുകയല്ലോ.
അതുകൊണ്ടാണ് ഇതിനെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറയുന്നത്. വില കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ആരും മദ്യപിക്കണ്ട. എന്നാൽ ഇവിടത്തെ കുടിയന്മാര് നിരന്തരം മദ്യപിച്ചുകൊണ്ടിരിക്കുമെന്നത് സർക്കാരിന് ഉറപ്പാണ്. കാരണം സർക്കാരിന്റെ ഏറ്റവും വലിയ പൈസ പെട്ടി എന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര വില കൂട്ടിയാലും കിഡ്നി വെച്ചിട്ടായാലും മദ്യപിക്കേണ്ടവർ മദ്യപിക്കും. കാരണം അത്രത്തോളം അഡിക്ഷനിൽ പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ പിഴിഞ്ഞെടുത്ത ആ ഒരു സെസ്സിന്റെ പേരാണ് സാമൂഹ്യ സുരക്ഷാ സെസ്. ഇനി അടുത്ത് നോക്കാം. ന്യായവിലയും ഭൂമി രജിസ്ട്രേഷനും. ഭൂമിയുടെ ന്യായവില ഒറ്റയടിക്ക് 20% വർദ്ധിപ്പിച്ചു. ഇതോടൊപ്പം ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റത്തിനുള്ള മുദ്രപത്ര നിരക്കുകളും, അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉയർത്തി. കേട്ടോ, എന്തുകൊണ്ടാണ് CPM സർക്കാർ ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് വസ്തുവിൽപ്പനകളൊന്നും നടക്കാതിരുന്നത്? റിയൽ എസ്റ്റേറ്റ് രംഗം അങ്ങനെ തന്നെ സ്തംഭിച്ചിരുന്നത്. ഇവരൊന്ന് ഇറങ്ങി പോയിട്ട് ചെയ്യാൻ ബാക്കി എന്ന് പറഞ്ഞ എല്ലാവരും അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു വെച്ചിരുന്നത്. തോൽപ്പിച്ചതിന്റെ കാരണവും അത് തന്നെയാണ്. സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മനുഷ്യന് വീട് മേടിക്കാൻ വയ്യ, വീടുണ്ടാക്കാൻ വയ്യ, ഭൂമി മേടിക്കാൻ വയ്യ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും മനുഷ്യരെ ഞെരുക്കിക്കൊണ്ടായിരുന്നു ഇദ്ദേഹം ഭരിച്ചിരുന്നത്. ഇതിനൊക്കെ പുറമെയാണ് കടം മേടിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത സെസ് നോക്കാം. വാഹന നികുതി വർധനവ്. പുതിയ മോട്ടോർ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈടാക്കുന്ന നികുതിയിൽ 1% മുതൽ 2% വരെ വർധനവ് വരുത്തി. കണ്ടില്ലേ? വാഹനത്തിൽ നിന്നും പിടിച്ചു പറിക്കുക. അതായത് ആരൊക്കെയാണോ പുതിയ വണ്ടി വാങ്ങുന്നത് അവർ അധിക നികുതി അടക്കട്ടെ. എങ്ങനെ? അതും ചെയ്തു. അങ്ങനെ അവരുടെ ബ്രാക്കും വാങ്ങി. 5. കെട്ടിട നികുതിയും അപേക്ഷാ ഫീസും. തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വഴി ഈടാക്കുന്ന കെട്ടിട നികുതികൾ പരിഷ്കരിക്കുകയും പുതുതായി വീട് വയ്ക്കുന്നവർക്കുള്ള അപേക്ഷാ ഫീസുകളും പെർമിറ്റ് ഫീസുകളും വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. കണ്ടില്ലേ? അതാണ് പറഞ്ഞത്. ഇതൊക്കെയും ചെയ്തതിനും പുറമെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നികുതി കൂട്ടലും കൂടി നടന്നിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അതെന്താണെന്നറിയാമോ? തദ്ദേശ സ്വയംഭരണ വിനോദ നികുതി. GST വന്നപ്പോൾ ആദ്യം ഈ വിനോദ നികുതി ഒഴിവാക്കിയിരുന്നു. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കാൻ 2019 ബജറ്റിൽ സർക്കാർ ഇത് വീണ്ടും കൊണ്ടുവന്നു. നിലവിൽ സിനിമാ ടിക്കറ്റുകൾക്ക് മേൽ 8.5% വരെ അധിക വിനോദ നികുതി ഈടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ആദ്യം ഇത് 10% ആയിരുന്നു. പിന്നീട് തിയേറ്റർ ഉടമകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. ഇതിനും പുറമെ ടിക്കറ്റ് ഒന്നിന് 3 രൂപ വീതം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി സെസ്സും ഈടാക്കുന്നുണ്ട്. കേട്ടല്ലോ? ഒരു സിനിമ കാണാൻ പോകുമ്പോൾ പോലും നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് നികുതി കൊടുക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? സിനിമാക്കാർ മുഴുവനും പ്രതിഷേധിച്ച് രംഗത്ത് വന്നത് ഇതുകൊണ്ടാണ്. 8.5% ടിക്കറ്റിൽ അധികം നമ്മൾ കൊടുക്കുകയാണ്. ഇതിനൊക്കെയും പുറമെ 6 ലക്ഷം കോടി രൂപയോളം കടം. എന്ന് വെച്ചാൽ ഇപ്പോൾ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും തലയിൽ 1.5 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യത. ഇനി അങ്ങോട്ട് 10-15 വർഷം കൊണ്ട് ഈ കടം മുഴുവൻ വീട്ടിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്ന സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചെയ്യാനായിട്ട്? ഈ 5000 കോടി ബാക്കിയുള്ളതിനെ പറ്റി മിണ്ടിയില്ലെന്നാ പറയുന്നത്. 6 ലക്ഷം കോടി രൂപയെ പറ്റി മിണ്ടട്ടെ സഖാവേ. അതെന്ന് തീർക്കുന്ന നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇനി ഞങ്ങൾ വീട്ടിക്കോട്ടെ അല്ലെ? ഈ പറഞ്ഞ എല്ലാ സെസ്സും ജനങ്ങളുടെ നിലയിൽ. ജനങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പകരം നൽകിയത്? എന്താണ് പകരം നൽകിയത്? പകരം എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ തോൽപ്പിച്ച് അവർ മൂലക്കിരുത്തില്ലായിരുന്നല്ലോ. 40 സീറ്റ് പോലും ലഭിക്കാതെ നിങ്ങൾ വീണുപോയത് എന്തുകൊണ്ടാണ്? ഇനിയെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നീക്കിയിരിപ്പിന്റെ കാര്യമൊന്നും വലുതായിട്ട് പറയണ്ട. നിങ്ങൾ നീക്കി വെച്ചിട്ട് പോയ കടത്തെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കേണ്ടത്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും 1.5 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ട് ജനിക്കുന്ന രീതിയിൽ കേരളത്തിനാക്കിയ പ്രിയപ്പെട്ട പിണറായി വിജയൻ സഖാവേ, നിങ്ങൾക്ക് ഇനി മതിയായില്ലേ? അപ്പോ തുടർന്ന് കാണുക പൊളി ന്യൂസ്.